ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യെല്ലോ റൈസാണ്, മഞ്ഞച്ചോറ് എന്നൊക്കെ പറയും. ഇത് ഉച്ചയ്ക്ക് ബാക്കി വന്ന ചോറാണ്, ബിരിയാണി അരിയാണ്. അപ്പോൾ അതുകൊണ്ട് കളയാൻ പറ്റത്തില്ല, വില കൂടുതലല്ലേ. അങ്ങനെ ഞാനിതൊരു യെല്ലോ റൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് യെല്ലോ റൈസ്, എനിക്കത്ര ഇഷ്ടമല്ല. ഞാൻ യെല്ലോ റൈസ് ഉണ്ടാക്കുമ്പോഴത്തേനകത്ത് കുറേ കപ്പലണ്ടി ഇടുവേ, കാരണം സച്ചിന് കുറേ കപ്പലണ്ടി വേണം, എന്നാലും എൻ്റെ മക്കന്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വേണ്ട കാര്യങ്ങൾ, മെയിൻ സാധനങ്ങൾ ഇതൊക്കെയാണ്. കപ്പലണ്ടി, ഇത് പച്ചക്കപ്പലണ്ടിയാണ്. പച്ചക്കപ്പലണ്ടി, നാരങ്ങ, നമുക്ക് ആവശ്യത്തിന് നാരങ്ങ ഉപയോഗിക്കാം. ഞാനിത് ഒരു നാരങ്ങ എടുത്തിരിക്കുന്ന, പുളി ഇല്ലെങ്കിൽ നമുക്ക് ഒരു നാരങ്ങയും കൂടെ ഇടാം. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഉണക്കമുളക്. അപ്പോൾ എരിയൊക്കെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ഇടാം. പിന്നെ അതുപോലെ ചുമന്ന മുളക് ഒന്നുകൂടെ വേണം ഇടാം. കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇനി വേണ്ടത് കായം, അതുപോലെ എണ്ണ. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ യെല്ലോ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ലതാണ്. 2-3 ദിവസമൊക്കെ ഇത് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കും, അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ പറഞ്ഞാൽ മുട്ട പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. രാവിലെ മുട്ട തന്നുകൊണ്ട് അത് എടുത്തില്ല. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കുന്നതാണ് കാണിക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം. ബാ. അപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ട് ചൂടാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക. എണ്ണയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. കുറേ എണ്ണ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുക. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. കടുകിടുക, കടുകൊന്ന് പൊട്ടട്ടെ. ഉണക്കമുളക്, പച്ചമുളക്, അതിലോട്ട് കപ്പലണ്ടി, ഈ ചോറും കറികളൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്താൽ ചിലപ്പോൾ അവർ കപ്പലണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ കഴിക്കും. അപ്പം എനിക്കും എൻ്റെ ഒരു മൂത്ത മകനുണ്ട്, അവൻ കുഞ്ഞാണ്, ഇപ്പോഴും കല്യാണം കഴിച്ചു ഗൈസ്. അപ്പം അവന് വേണ്ടി ഉണ്ടാക്കുക ഞാനിത്. അവന് ചോറ്, സാമ്പാർ, മീനൊന്നും വേണ്ട. പണ്ടൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ഈ ചോറുണ്ടാക്കി കൊണ്ടുപോകുമായിരുന്നു. ഇവിടെ എനിക്ക് അത്ര ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഈ തമിഴ്നാട്ടിലൊക്കെ, ഞങ്ങൾ കുറേ നാൾ തമിഴ്നാട്ടിലായിരുന്നേ, നാഗർകോവിൽ. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഈ മഞ്ഞച്ചോറ് ഉണ്ടാക്കി കൊണ്ടുപോകും. ഇതല്ലേ മഞ്ഞച്ചോറ്? ആണ്, ഇത് തന്നെ. അല്ലെങ്കിൽ വേറെ മഞ്ഞച്ചോറുണ്ടെങ്കിൽ അയ്യമ്മ കയ്യിലൊന്ന് തെറിക്കും. ഈ മഞ്ഞച്ചോറിൻ്റെ താമസം എന്ന് പറയുന്നത് ഈ ഒരു കപ്പലണ്ടി വറുത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കപ്പലണ്ടിക്ക് ഒരു നിറം മാറി വരത്തില്ലേ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ കപ്പലണ്ടി പച്ച ചവയ്ക്കും. അപ്പോൾ ഈ കപ്പലണ്ടി ആയിട്ടുണ്ട്, കണ്ടോ നിറം മാറിയത് കണ്ടോ, ഒരു കുറച്ചുകൂടെ ബ്രൗണിഷ് കളർ വന്നില്ലേ, കണ്ടിരിക്കും. കറിവേപ്പില ഇട്ടു. എന്നിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മഞ്ഞ ഇട്ടോണം. ഇനി കായം ഇട്ടു. നാരങ്ങ, ഉപ്പിടുക. എപ്പോഴും പറയും പോലെ റോക്ക് സാൾട്ട്. എന്നിട്ട് ചോറിടുക. നമ്മുടെ യെല്ലോ റൈസ് റെഡി ആകുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.